90 വയസ്സിലും കാലുകൾക്ക് ബലം വേണോ? എങ്കിലിത് ദിവസവും കഴിക്കൂ. നിങ്ങളുടെ കാലുകൾ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് അല്പം ബുദ്ധിമുട്ടായി തോന്നുന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം പടികൾ കയറുന്നതും നിങ്ങളെ തളർത്തുന്നു. ഒരുപക്ഷെ ചെറിയ ദൂരം നടക്കുന്നത് പോലും പ്രയാസമായി തോന്നുന്നു. ഇതിനെയാണ് മസിൽ ലോസ് എന്ന് വിളിക്കുന്നത്. ഞെട്ടിക്കുന്ന സത്യം ഇതാ: പ്രായമാകുമ്പോൾ ആദ്യം ദുർബലമാകുന്നത് നിങ്ങളുടെ കാലുകളാണ്. അവ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സന്തുലിത അവസ്ഥ നഷ്ടപ്പെടുന്നു, നിങ്ങളുടെ സ്വാതന്ത്ര്യം മങ്ങുന്നു, വീഴാനുള്ള സാധ്യതയും കുതിച്ചുയരുന്നു. എന്നാൽ വാസ്തവത്തിൽ നിങ്ങളുടെ അടുക്കള മേശയിൽ തന്നെ നിങ്ങളുടെ കാലുകൾ ശക്തിപ്പെടുത്താൻ തുടങ്ങാം. വ്യായാമം പ്രധാനമാണ്, എങ്കിലും നിങ്ങൾ കഴിക്കുന്നത് അത്രയും ശക്തവും ചിലപ്പോൾ കൂടുതൽ ഫലപ്രദവുമാണ്. ഈ വീഡിയോയിൽ പേശികളുടെ ശക്തി പുനഃസ്ഥാപിക്കാനും നിങ്ങളുടെ അസ്ഥികളെ സംരക്ഷിക്കാനും നിങ്ങളുടെ പിന്നീടുള്ള വർഷങ്ങളിൽ നിങ്ങളുടെ കാലുകൾ ശക്തവും സ്ഥിരതയുള്ളതുമായി നിലനിർത്താനും കഴിയുന്ന 6 ഭക്ഷണങ്ങൾ നമ്മൾ കണ്ടെത്തും. അവസാനം വരെ കാണുന്നത് ഉറപ്പാക്കുക, കാരണം ഈ പട്ടികയിലെ 1-ാം നമ്പർ ഭക്ഷണം മിക്ക മുതിർന്നവരുടെയും അടുക്കളയിൽ ഇതിനകം തന്നെ ഉള്ളതാണ്. പക്ഷേ ആരും അത് ശരിയായ രീതിയിൽ കഴിക്കുന്നില്ല. ആദ്യമേ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമ്പർ 6: മധുരക്കിഴങ്ങ്. ചില ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു ജ്വലനം നൽകുന്നു, തുടർന്ന് നിങ്ങളെ ക്ഷീണവും മന്ദതയും അനുഭവപ്പെടാനും അത് ഇടയാക്കും. മറുവശത്ത് മധുരക്കിഴങ്ങ് നിങ്ങളുടെ പേശികൾക്ക് മണിക്കൂറുകളോളം ശക്തി നൽകുന്നു. നിങ്ങളെ നടക്കാനും കയറാനും ഉയരത്തിൽ നിൽക്കാനും വരെ അത് സഹായിക്കുന്നു. പ്രായമാകുമ്പോൾ നമ്മുടെ പേശികൾ ഊർജം സംഭരിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് പലചരക്ക് സാധനങ്ങൾ കൊണ്ടുപോകുക, മുകളിലേക്ക് നടക്കുക തുടങ്ങിയ ലളിതമായ ജോലികൾ ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ തുടങ്ങുന്നത്. മധുരക്കിഴങ്ങ് അത് സ്വാഭാവികമായി പരിഹരിക്കാൻ സഹായിക്കുന്നു. കാർബോഹൈഡ്രേറ്റുകൾ കൊണ്ട് സമ്പുഷ്ടമായ ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ കുതിച്ചുചാട്ടമോ തകർച്ചയോ ഇല്ലാതെ സ്ഥിരമായ ഇന്ധനം നൽകുന്നു. മധുരക്കിഴങ്ങിനുള്ളിൽ വിറ്റാമിൻ എ, പൊട്ടാസ്യം, ആൻറ്റി ഇൻഫ്ലമേറ്ററി കോമ്പൗണ്ട്സ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് പേശികൾ നന്നാക്കാനും മസിൽ ക്രാമ്പുകൾ തടയാനും നിങ്ങളുടെ ചലനം സുഗമമായി നിലനിർത്താനും സഹായിക്കുന്നു. നമ്പർ 5: ഓട്സ്. മിക്ക ആളുകളും ഓട്സിനെ ഒരു സാധാരണ പ്രഭാത ഭക്ഷണമായാണ് കരുതുന്നത്. എന്നാൽ മുതിർന്നവർക്ക് കാലുകൾക്ക് എൻഡ്യൂറൻസും ദിവസം മുഴുവൻ ആവശ്യമുള്ള ഊർജത്തിനും ഏറ്റവും മികച്ച ഭക്ഷണങ്ങളിലൊന്നാണ് ഇത്. നിങ്ങളുടെ കാലുകൾ ഒരു ദിവസത്തിൻ്റെ പകുതിയാകുമ്പോൾ ക്ഷീണിക്കുകയോ പടികൾ കയറുമ്പോൾ ഭാരം അനുഭവപ്പെടുകയോ ചെയ്താൽ ഓട്സ് നിങ്ങളെ സഹായിക്കും. പ്രായമാകുമ്പോൾ നമ്മുടെ പേശികൾക്ക് സ്റ്റാമിന നഷ്ടപ്പെടും, കാരണം രക്തത്തിലെ ഷുഗറും എനർജി ലെവലും സ്ഥിരമായി നിലനിർത്തുന്നതിൽ ശരീരത്തിൻ്റെ കാര്യക്ഷമത കുറയുന്നു. ഓട്സ് സാവധാനത്തിൽ പുറത്തുവിടുന്ന കാർബോഹൈഡ്രേറ്റുകൾ നൽകുന്നു. ഇത് നിങ്ങളുടെ പേശികൾക്ക് മണിക്കൂറുകളോളം സ്ഥിരമായ ഇന്ധനം നൽകുന്നു. അപകടങ്ങളില്ല, ഉച്ചയ്ക്ക് ക്ഷീണമില്ല, നടക്കാനും ജോലി ചെയ്യാനും സജീവമായി തുടരാനും സ്ഥിരമായ ശക്തി ഓട്സ് മാത്രം തരുന്നു. എന്നാൽ ഓട്സ് നിങ്ങളുടെ പേശികളെ ഇന്ധനമാക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓട്സ് മസിൽസിനെ പുനർനിർമ്മിക്കാൻ വരെ സഹായിക്കുന്നു. പ്രായത്തിനനുസരിച്ച് സ്വാഭാവികമായി കുറയുന്ന മസിൽ ഫൈബേഴ്സ് നന്നാക്കാനും പരിപാലിക്കാനും സഹായിക്കുന്ന പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ഓട്സ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിനർത്ഥം മികച്ച ബാലൻസ്, ശക്തമായ കാലുകൾ, മെച്ചപ്പെട്ട സ്ഥിരത എന്നിവയൊക്കെ ഉണ്ട്. അവയിൽ അയണും മഗ്നീഷ്യവും വരെ അടങ്ങിയിരിക്കുന്നു. പല മുതിർന്നവർക്കും വേണ്ടത്ര ലഭിക്കാത്ത 2 പോഷകങ്ങളാണ് ഇത്. അയൺ നിങ്ങളുടെ മസിൽസിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നു, അതേസമയം മഗ്നീഷ്യം മസിൽസിനെ വിശ്രമിക്കാനും സഹായിക്കുന്നു. ഇത് മസിൽ ക്രാംസ്, സ്റ്റിഫ്നെസ്, കാലുകളിലെ ഇറുകിയതും ഭാരമേറിയതുമായ വികാരം എന്നിവയൊക്കെ തടയുന്നു. ഓട്സ് രാവിലെ ചൂടോടെ ആസ്വദിക്കുക, സ്മൂത്തികളിൽ കലർത്തുക, അല്ലെങ്കിൽ ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങളിൽ ചുട്ടെടുക്കുക. നമ്പർ 4: അവക്കാഡോ. അവക്കാഡോകൾ വെറുമൊരു ട്രെൻഡി ഭക്ഷണമല്ല. മുതിർന്നവർക്ക് നിങ്ങളുടെ കാലുകൾ ശക്തവും വഴക്കമുള്ളതും വേദനരഹിതവുമായി നിലനിർത്താനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്നാണ് അവ. നമ്മൾ പ്രായമാകുമ്പോൾ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയോ അല്ലെങ്കിൽ കൂടുതൽ നേരം ഇരുന്നതിന് ശേഷമുള്ള ടൈറ്റ്നസ് ഒക്കെ തോന്നാറുണ്ട്. ഇതിൽ ഭൂരിഭാഗവും ഇൻഫ്ലമേഷൻ മൂലമാണ്. ഇത് മസിൽസിനെയും സന്ധികളെയും പതുക്കെ തളർത്തുന്നു. അവക്കാഡോകൾ സ്വാഭാവികമായി അതിനെ ചെറുക്കാൻ സഹായിക്കുന്നു. അവയിൽ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇൻഫ്ലമേഷൻ ശമിപ്പിക്കുകയും മസിൽസിനെ സംരക്ഷിക്കുകയും സന്ധികളുടെ വഴക്കം നിലനിർത്തുകയും ചെയ്യുന്ന ആരോഗ്യകരമായ കൊഴുപ്പുകളാണ് അത്. അതായത് കാലിൻ്റെ സ്റ്റിഫ്നെസ് കുറയുക, വേദന കുറയുക, ആത്മവിശ്വാസത്തോടെ സഞ്ചരിക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യം നൽകുക എന്നിവയാണ് അവക്കാഡോ ചെയ്യുന്നത്. അതിലും മികച്ചതുണ്ട്. അവക്കാഡോകളിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ മസിൽസ് ശരിയായി ചുരുങ്ങാൻ ആശ്രയിക്കുന്ന ഒരു മിനറലാണ്. അവയിൽ ബനാന അഥവാ വാഴപ്പഴത്തേക്കാൾ കൂടുതൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് കാലിലെ ക്രാംസ്, രാത്രിയിലെ കാലിൻ്റെ സ്റ്റിഫ്നെസ് എന്നിവയൊക്കെ തടയാൻ സഹായിക്കുന്നു.
രഹസ്യം എപ്പോഴും കൺസിസ്റ്റൻസിയിലാണ്. ഇത് നിങ്ങളുടെ ആഴ്ചതോറുമുള്ള ദിനചര്യയുടെ ഭാഗമാക്കൂ. അപ്പോൾ നിങ്ങൾക്ക് സുഗമമായ ചലനം, കുറഞ്ഞ മസിൽ ക്രാംസ്, വരും വർഷങ്ങളിൽ കാലുകൾ വഴക്കമുള്ളതും സജീവവുമായി തുടരുന്നതുമൊക്കെ കാണാൻ കഴിയും. നമ്പർ 3, ബെറി. എല്ലാ ദിവസവും നിങ്ങളുടെ മസിൽസ് ഫ്രീ റാഡിക്കൽസ്, ഓക്സിഡേറ്റീവ് സ്ട്രെസ്, ഇൻഫ്ലമേഷൻ തുടങ്ങിയ അദൃശ്യ ശത്രുക്കളെയൊക്കെ നേരിടുന്നു. നിങ്ങൾക്ക് അവ കാണാൻ കഴിഞ്ഞേക്കില്ല, പക്ഷേ സ്റ്റിഫായ കാൽമുട്ടുകൾ, ചെറിയ ജോലിക്ക് ശേഷം വേദനിക്കുന്ന കാലുകൾ, നീണ്ടുനിൽക്കുന്ന ക്ഷീണം എന്നിവയിലൂടെ നിങ്ങൾക്ക് അവ അനുഭവപ്പെടുന്നു. ബെറികൾ സഹായത്തിന് വരുന്നത് അവിടെയാണ്. ബ്ലൂബെറി, സ്ട്രോബെറി, റാസ്ബെറി, ബ്ലാക്ക്ബെറി എന്നിവയാണ് പ്രകൃതിയുടെ ഏറ്റവും ശക്തമായ സംരക്ഷകരിൽ ചിലർ. ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ നിറഞ്ഞ ഇവ പേശികളെ ദുർബലപ്പെടുത്തുകയും വീണ്ടെടുക്കൽ മന്ദഗതിയിലാക്കുകയും ചെയ്യുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെതിരെ ഒരു കവചം പോലെ പ്രവർത്തിക്കുന്നു. നിങ്ങൾ അവ കൂടുതൽ തവണ കഴിക്കുന്തോറും നിങ്ങളുടെ മസിൽസ് കൂടുതൽ പ്രതിരോധ ശേഷിയുള്ളതായി തീരും. ബെറികൾ വിട്ടുമാറാത്ത ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു. അവയുടെ ഉയർന്ന വിറ്റാമിൻ സി ഉള്ളടക്കം കൊളാജൻ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നു. നിങ്ങളുടെ മസിൽസ്, ടെൻഡോണുകൾ, ജോയിൻറ്റ്സ് എന്നിവ ഉറച്ചതും വഴക്കമുള്ളതും യുവത്വമുള്ളതുമായി നിലനിർത്താൻ സഹായിക്കുന്നു. അവ സംരക്ഷിക്കുക മാത്രമല്ല, ഊർജ്ജസ്വലമാക്കുകയും ചെയ്യുന്നു. ബെറി പഴങ്ങൾ ആരോഗ്യകരമായ ബ്ലഡ് സർക്കുലേഷനെ പിന്തുണയ്ക്കുന്നു. നിങ്ങളുടെ കാലിലെ മസിൽസിലേക്കുള്ള ഓക്സിജൻ വിതരണം മെച്ചപ്പെടുത്തുന്നു. അതിനാൽ നിങ്ങൾക്ക് ക്ഷീണം കുറയുകയും വേഗത്തിൽ സുഖം പ്രാപിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ അവസാന 2 ഭക്ഷണങ്ങൾ തുടരുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇതുവരെ സഹായകരമാണെന്ന് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ദയവായി ഇത് ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൗത്യത്തെ പിന്തുണയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ചെറിയ ടോക്കൺ ഓഫ് സപ്പോർട്ട് അയയ്ക്കാൻ ഈ വീഡിയോയുടെ താഴെയുള്ള താങ്ക്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും ശരിക്കും സഹായിക്കുന്നു. നമ്പർ 2, സാൽമൺ. ശക്തി പുനർനിർമ്മിക്കുന്നതിനുള്ള ഏറ്റവും ശക്തമായ ഭക്ഷണങ്ങളിലൊന്നാണ് സാൽമൺ. കാരണം ഇത് ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീൻ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇത് നിങ്ങളുടെ പേശികൾക്ക് നന്നാക്കാനും ഉറച്ചു നിൽക്കാനും ആവശ്യമായ റോ മെറ്റീരിയൽസ് നൽകുന്നു. എന്നാൽ യഥാർത്ഥ രഹസ്യം അതിൻ്റെ ഒമേഗ 3 ഫാറ്റി ആസിഡുകളാണ്. വീക്കം കുറയ്ക്കാനും രക്തയോട്ടം മെച്ചപ്പെടുത്താനും നിങ്ങളുടെ സന്ധികളെ കാഠിന്യത്തിൽ നിന്നും വേദനയിൽ നിന്നുമൊക്കെ സംരക്ഷിക്കാനും സഹായിക്കുന്ന ആരോഗ്യകരമായ കൊഴുപ്പുകളാണ് ഇത്. പ്രായമായവരിൽ ബലഹീനതയ്ക്കും സ്ലോ റിക്കവറിക്കും ഇൻഫ്ലമേഷൻ ഒരു പ്രധാന കാരണമാണ്. ഒമേഗ 3 ആ പ്രക്രിയയെ ശാന്തമാക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കാലുകൾ കൂടുതൽ സ്വതന്ത്രമായും സുഖമായും നീങ്ങാൻ അനുവദിക്കുന്നു. സാൽമൺ മത്സ്യം നെർവ്സിൻ്റെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും നിങ്ങളുടെ ചലനങ്ങൾ മൂർച്ചയുള്ളതും സന്തുലിതവുമായി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. അതേസമയം അതിലെ ബി വിറ്റാമിനുകൾ, പ്രത്യേകിച്ച് വിറ്റാമിൻ B12, ഭക്ഷണത്തെ യൂസ്ഫുള്ളായ ഊർജ്ജമാക്കി മാറ്റാൻ സഹായിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ ദിവസവും സാൽമൺ ആവശ്യമില്ല. ആഴ്ചയിൽ 2-3 തവണ കഴിക്കുന്നത് ഒരു മാറ്റമുണ്ടാക്കും. നമ്പർ 1, മുട്ട. 60 വയസ്സിന് ശേഷം ഏത് ഭക്ഷണമാണ് ശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതെന്ന് നിങ്ങൾ ഡോക്ടർമാരോട് ചോദിച്ചാൽ പലരും ഒരേ ഉത്തരമേ നൽകൂ: മുട്ട. പ്രായമാകുമ്പോൾ നമ്മൾ റീബിൽഡ് ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ നമുക്ക് മസിൽസ് നഷ്ടപ്പെടും. അതിന് സാർക്കോപീനിയ എന്ന് പറയുന്നു. മന്ദഗതിയിലുള്ള ചലനമോ ദുർബലമായ കാലുകളോ ആയി നിങ്ങളത് ശ്രദ്ധിച്ചേക്കാം. 9 അമിനോ ആസിഡുകൾ ഉപയോഗിച്ച് ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീൻ നൽകുന്നതിലൂടെ മുട്ടകൾ അതിനെ ചെറുക്കാൻ സഹായിക്കുന്നു. വിറ്റാമിൻ ഡിയുടെ ഏറ്റവും മികച്ച പ്രകൃതിദത്ത ഉറവിടങ്ങളിലൊന്നാണ് മുട്ട. ഇത് അസ്ഥികളുടെ ആരോഗ്യത്തെ മാത്രമല്ല, പേശികളുടെ ശക്തിയെയും ഏകോപനത്തെയും പിന്തുണയ്ക്കുന്നു. പ്രായമായവരിൽ വിറ്റാമിൻ ഡി കുറവുള്ളത് സാധാരണമാണ്. ഇത് ക്ഷീണം, ബലഹീനത, ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ എന്നിവയ്ക്കൊക്കെ കാരണമാകും. ഒരു ദിവസം 1-2 മുട്ടകൾ മാത്രം കഴിച്ചാൽ സ്വാഭാവികമായി ആരോഗ്യകരമായ അളവ് നിലനിർത്തുവാൻ സഹായിക്കും. ഓരോ മുട്ടയുടെയും മഞ്ഞയുടെ ഉള്ളിൽ നിങ്ങളുടെ ഞരമ്പുകളെയും പേശികളെയും ഫലപ്രദമായ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന ഒരു പോഷകമായ കോളിൻ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതാണ് വേഗത്തിലുള്ള പ്രതികരണങ്ങൾ, സ്ഥിരതയുള്ള ചുവടുകൾ, മികച്ച നിയന്ത്രണം എന്നിവ നൽകുന്നത്. കൂടാതെ മുട്ടയിൽ ബി വിറ്റാമിനുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ ധാരാളമുണ്ട്. ഇവയെല്ലാം മസിൽ ടിഷ്യൂ സംരക്ഷിക്കാനും ദിവസം മുഴുവൻ ഊർജ്ജം നിലനിർത്താനും സഹായിക്കുന്നു. നിങ്ങൾക്ക് അധികം ആവശ്യമില്ല. ദിവസവും 1-2 മുട്ടകൾ മാത്രം മതി. ഇപ്പോൾ നിങ്ങളിൽ പലരും ചോദിക്കുന്നുണ്ടാകും, ഈ 6 ഭക്ഷണങ്ങളും ഞാൻ എല്ലാ ദിവസവും കഴിക്കേണ്ടതുണ്ടോ? നിർബന്ധമില്ല. ആഴ്ചയിലുടനീളം നിങ്ങൾക്ക് അവ മിക്സ് ചെയ്ത് മാച്ച് ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൺസിസ്റ്റൻസിയാണ്, അഥവാ സ്ഥിരത. ഈ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ദിനചര്യയുടെ ഒരു പതിവ് ഭാഗമാക്കുമല്ലോ. മറ്റൊരു സാധാരണ ചോദ്യം ഇവ കഴിക്കാൻ ഏറ്റവും നല്ല സമയം എപ്പോഴാണ് എന്നതാണ്. പോഷക സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ദിവസം ആരംഭിക്കുന്നത് നിങ്ങളുടെ പേശികൾക്ക് നിലനിൽക്കുന്ന ഇന്ധനം നൽകുകയും എനർജി ലെവൽ സ്ഥിരപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നതിനാൽ മോർണിംഗ് അഥവാ പ്രഭാതമാണ് ഏറ്റവും അനുയോജ്യം. എന്നാൽ ഉച്ചഭക്ഷണത്തിനോ അത്താഴത്തിനോ ആകട്ടെ, ദിവസത്തിൻ്റെ അവസാനത്തിങ്കൽ
നിങ്ങൾ അവ ഇഷ്ടപ്പെടുന്നെങ്കിൽ അതും തികച്ചും നല്ലതാണ്. നിങ്ങളത് പോഷിപ്പിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ ശരീരത്തിന് പ്രയോജനം ലഭിക്കും. ശക്തരായിരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക, മുന്നോട്ടു പോകുക. കാരണം നിങ്ങൾ എടുക്കുന്ന ഓരോ ചുവടും ദീർഘവും ആരോഗ്യകരവും കൂടുതൽ ഊർജ്ജസ്വലവുമായ ജീവിതത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ്. ഈ വീഡിയോ നിങ്ങൾ ഉറപ്പായും ലൈക്ക് ചെയ്യണേ. മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്യുമല്ലോ.